സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യം. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் انتوا حياتي، امشوا ورايا، انتوا حياتي يا غنماتي، انتوا حياتي، امشوا ورايا، انتوا حياتي يا غنماتي، انتوا حياتي، امشوا ورايا، انتوا حياتي. ഋഷി, അവന്മാരെവിടെ? അകത്താണോ? അവന്മാരകത്താ. അല്ല, ഇവിടെ ഈ അന്നാമ്മയുടെ റോൾ എന്താ? അത് നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇവിടെ നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ നീ കണ്ടായിരുന്നോ? ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാ ആണുങ്ങളാണ്. ഇത്ര ആണുങ്ങളുടെ ഇടയിലോട്ട് ഈ ഒരു പെണ്ണ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഒന്ന് അടങ്ങും. പിന്നെ അവൾ ജയിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ അന്തരീക്ഷമാക്കി എടുക്കാം ഈ പബ്ബ്. സോ അപ്പം അന്നാമ്മ റെഡിയല്ലേ? റെഡിയാണ്. ഇപ്പൊ റെഡിയല്ലെന്ന് പറഞ്ഞാലും ചെയ്യിപ്പിക്കുമല്ലോ. സോ ഐ ആം റെഡി. ഓ, അപ്പം അറിയാം. അപ്പം അത് പക്കാം. വിഷ്ണു, നീ ഇവിടെ നിന്നാൽ മതി. എന്നാൽ ഞാൻ അകത്ത് പോയിട്ട് വരാം. എല്ലാം ഒരേ ടൈമിന് തന്നെ നടക്കണം. പെർഫെക്റ്റ് ആയിരിക്കണം. അങ്കി, ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ അല്ലേ നടക്കുന്നേ? നീ എന്നെ എന്തിനാ ഇങ്ങനെ നിർത്താനാണോ കൊണ്ടുവന്നേ? എനിക്കും എന്തെങ്കിലും താ. ഐ മീൻ, ഞാൻ നിന്റെ കൂടെ വരാം അകത്ത്. അകത്ത് ഏതായാലും നീ വരണ്ട. അവന്മാരെ നാലിനെ എനിക്ക് എന്നെ വേണം. നിനക്കിനി പണി തന്നേ പറ്റുള്ളൂ എന്ന് അത്യാവശ്യമാണെങ്കിൽ അലസിച്ചായ ഇതോ അവളുടെ പേരെന്താ? നാൻസി. അവളാണുള്ള ചെക്കനോട്. ഓ, മതി 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 മതി. അവളെന്താ ചോദിച്ചതെന്നൊക്കെ എനിക്കറിയാം. അത് ഞാൻ അറിഞ്ഞതാണല്ലോ. അപ്പോൾ ഞാൻ അടിക്കുന്നത് എങ്ങനെയാണോ, ഞാൻ അടിച്ചാൽ അവളെ എങ്ങനെ അടിക്കും അതുപോലെ നീ അവളെ അടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിയിറങ്ങി വന്നിട്ട് അവളെ ഞാൻ വീണ്ടും അടിക്കും. അറിയാമല്ലോ നിനക്കെന്നെ. ഞാൻ അവളെ അടിച്ചാൽ എങ്ങനെ അടിക്കും? പിന്നെ ഇതിനുള്ള റീസൺ നിനക്കറിയണ്ടേ? അവളെന്താ ചെയ്തതെന്ന്? എൻ്റെ ചെറുക്കനെ അവളെ കൂടെ കിടക്കാൻ കൊടുക്കുമെന്ന് ഇന്ദ്രയോട് ചോദിച്ചു. അത് മതിയല്ലോ അവളെ അടിക്കാനായിട്ട്. അവൻ്റെ കൂടെ കിടക്കാൻ വരെ യോഗം വേണം. അതവൾക്ക് ഏതായാലും ഇല്ല. അത് നീ അങ്ങ് തെളിയിച്ചു കൊടുത്തേക്ക്. അപ്പം ശരിയുടെ വിഷ്ണു. അപ്പം അന്നാമ്മ കയറിക്കോ തട്ടിൽ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഈ ചായ ഏത് ആ പിളുങ്ക സാധനോ? ഓ, ഞാൻ വല്ല മടയനെ തരുമെന്ന് വിചാരിച്ചപ്പോ അവൻ എനിക്ക് നെത്തോലിയെ തന്നിട്ട് പോയി. അവളെ ഞാൻ ഉളക്കി. അവള് അന്നമ്മ ഓൾ ദി ബെസ്റ്റ്. ഓ, താങ്ക് യു. ഞാൻ അവിടെ പോയിട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് രണ്ടർക്കും ഒന്ന് പ്രത്യേകിച്ച് കാണണം കേട്ടടാ വിഷ്ണു നമ്പൂതിരി. സംസാരിച്ചോണ്ടിരിക്കുന്നത് ചെല്ലാൻ നോക്ക്. എല്ലാം തീർത്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ചെല്ലു.
ഇവള് ജയിച്ച. അയ്യോ, എനിക്ക് എന്ന പണി ഇതുവരെ തരുന്നില്ല. ഹലോ, എക്സ്ക്യൂസ് മീ. യെസ്. വൗ. ഹായ് ഹാൻസം. ഓ, താങ്ക് യു. ഈ വെള്ളമുടി വൈപ്പ് മുടിയാണോ? കണ്ടിട്ട് വൈപ്പ് മുടിയാണെന്ന് തോന്നുന്നു. ചത്തുപോയ അമ്മൂമ്മേരെ മുടിയാണോ അതോ ചാവാൻ പോകുന്ന അമ്മൂമ്മേരെ മുടിയാണോ എടുത്ത് വെട്ടി വെച്ചേക്കുന്നത്? What the fuck? Are you crazy? താൻ തന്നെ കളിയാക്കുവാണോ? സണ്ണി, did you see that? ജെനി, അവരൊക്കെ ഇവിടെ? I don't know. I think we are trapped. അവര് മിസ്സിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ട്രാപ്പാണെന്നാ. കൊച്ചു കള്ളി. അമ്മച്ചി എല്ലാം കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറുന്നില്ല അമ്മച്ചി. എനിക്ക് അമ്മച്ചിയുടെ പണി തന്നിട്ടില്ല. ഇവളെ എനിക്ക് തന്ന പണിയാ. നീ ഇങ്ങോട്ടോ, നമുക്ക് സംസാരിക്കാം. എന്തരീ 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 പ്രതികരി പ്രതികരിക്കടി പ്രതികരിക്ക് പ്രതികരിക്കടി 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 പ്രതികരിക്ക്. Leave me, please. Please leave me. ആഹാ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. Leave me, please. I can't. വിഷ്ണു, ഈസ് എവറിത്തിങ് ഈസ് ഓക്കെ? ഓ സോറി അന്നമ്മ, എൻ്റെ അലച്ചിച്ചായ അവൾ ജയിച്ചല്ലോ. വിഷ്ണു, നിൻ്റെ ഫ്രണ്ട് പൊളിയാട്ടാ. അപ്പോൾ ഇന്ന് തൊട്ട് അന്നാമ്മയ്ക്ക് ജോലി അങ്ങ് അപ്പോയിൻമെൻറ്റ് ചെയ്യാമല്ലേ, എൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് ഫിക്സഡ്. അപ്പോൾ നമുക്ക് വിട്ടാലോ നേരെ ഹോസ്പിറ്റല്. അത് കഴിഞ്ഞ് കിച്ചു കാണണം, കുറച്ച് കാര്യം സംസാരിക്കണം. പിന്നെ നമുക്ക് ഇന്ദ്രയ്ക്ക് ബാക്കി പണി കൊടുക്കണ്ടേ? അങ്ങനെ കുറേശ്ശായിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ. നീവേ എന്തോ ഒന്ന് മിസ്സിങ് ആണല്ലോ. നീ തന്നെ, ജെനിഫർ വിൻസെൻ്റ്. ജെനിഫറെ, നിന്നെ ഞാൻ അവളെ ചെയ്ത പോലെ ഒന്നും ചെയ്യാത്തെന്താണെന്നറിയോ? നീ ഈ ശാരീരികമായൊരു സംഭവത്തിന് എൻ്റെ അനിയൻ്റെ അടുത്ത് വന്നിട്ടില്ല, പക്ഷെ നീ വാക്കുകൾ കൊണ്ട് ഒരുപാട് നോവിച്ചിട്ടുണ്ട്. അതിനിപ്പം ഞാൻ നിനക്ക് എന്താ തരാ? ഞാൻ ആരാന്നൊരു ഡൗട്ട് നിനക്ക് കാണുമല്ലേ? പറഞ്ഞുതരാം. ഞാൻ കാളിദാസ് ശിവപ്രസാദിൻ്റെ ചേട്ടനാണ്, ഇരട്ട സഹോദരൻ അങ്കിത് ശിവപ്രസാദ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഇത് ഞാൻ തന്ന എന്തിനാന്ന് വെച്ചാൽ, നിന്നെ എനിക്ക് അവളെ പട്ടി അടിച്ച പോലെ വേണമെങ്കിൽ ഇട്ടടിക്കാം. ദേവന്മാരാര് വേണോ നിന്നെ അടിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. വേണ്ട, ഞാൻ തന്നെ മതി. അപ്പോൾ ഇനി നീ അവൻ്റെ അടുത്ത് വന്നു പോകരുത്. നിനക്കാ കാമഭ്രാന്ത് പിടിച്ചവനെ എടുക്കുകയോ തിന്നോ എന്തുവേണോ ചെയ്യാം. പക്ഷേ അത് അവൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ മാത്രമായിരുന്നു. ഇനി ഞാൻ നിന്നെ ഇന്ദ്രയുടെയോ കിച്ചുവിൻ്റെയോ അയൽവക്കത്ത് കണ്ട നിർത്തി കത്തിക്കും ഞാൻ. അറിയാമല്ലോ എന്നെ? അറിയത്തില്ലായിരിക്കാം. ഇപ്പം ഏകദേശം പിടികിട്ടി കാണുമല്ലോ അല്ലേ? നിൻ്റെ ഇന്ദ്രയുടെ ഏകദേശം ഫ്രണ്ട്സ് എല്ലാം ചത്തുപോയി. അപ്പോൾ ഇതാ കിടക്കുന്നവൾ ഇനി എണീറ്റ് നിൽക്കാൻ 2-3 മാസം എടുക്കും. അതുപോലൊരവസ്ഥ നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം മാത്രം നോക്കുക. ഓക്കെ? അപ്പം ഞങ്ങൾ ഇറങ്ങാം. ഇത് പോയി നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് കൊട്ടിക്കോഷിച്ച് വലിയ ഇതാക്കാൻ പൊന്നുമോള് നോക്കണ്ട. അങ്ങനെ ചെയ്താലും ചേട്ടന്മാർക്ക് പേടിയില്ല. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ഓക്കെ? അപ്പോൾ ഇറങ്ങാം. ബാ. അങ്കിത് ശിവപ്രസാദ്, മൈ ഗോഡ്, എക്സാക്റ്റ് അവനെ പോലെ തന്നെ ഉണ്ടല്ലോ. Help! Help, please, please. Please, please help, please. Please, please. Please, please, please. Thank you so much.
വെൽക്കം. ഇവിടെ തന്നെയല്ലേ അലച്ച ചായ? ഇല്ല, ടൈം താമസിച്ചിട്ടില്ല. ഓ ആഹാ, സഹകുടുംബം, സാന്നിധ്യം, സാദരം, ശ്യാമളം, ഭൂരരം എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്താ മോനെയും കൊണ്ട് വന്നതാ വെപ്രാളപ്പെട്ട്? അല്ല, എല്ലാവരും വീട്ടിൽ ഇതിലായിരുന്നു ഞാൻ അവിടെ വന്നപ്പോൾ. ഇപ്പം എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട് ചോദിച്ചതാ. ഓക്കെ, കണ്ടിന്യൂ. നിങ്ങളുടെ ഫാമിലി ഡ്രാമയൊക്കെ നടക്കട്ടെ. ഓക്കെ കാശിടാ. അച്ചു, നീ ഇത് എവിടെയായിരുന്നടാ? കിച്ചു, എനിക്ക് അറിഞ്ഞൂടാ അച്ചു. അയ്യേ, ഇവിടെ കിടന്ന് പോകല്ലേടാ ചേട്ടാ. ഒന്നുമില്ലെങ്കിൽ നീ എൻ്റെ അവൻ്റെ ചേട്ടനല്ലേ? അവൻ ചെയ്തതിനാ അവൻ അകത്ത് കിടക്കുന്ന ഒരു കുത്തും കൊണ്ട്. അതുപോലെ ഇനിയും വേണം എന്നാണെങ്കിൽ ഞാൻ കൊടുക്കും, എനിക്കൊരു വിഷമമല്ല. പക്ഷെ ആ അകത്ത് കിടക്കുന്ന എൻ്റെ അനിയനെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെ കണ്ടതിന് ശേഷം ഞാൻ ആലോചിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം അവന് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. നീ കരയണ്ട, നമ്മുടെ കിച്ചനൊന്നുമില്ല. ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെയൊക്കെ ഭാഗത്ത് തെറ്റുണ്ടോടാ. അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിടരുതായിരുന്നു. ഞാനും കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. പക്ഷെ അവൻ കല്യാണം സമ്മതിച്ചത് ഞാൻ പറഞ്ഞിട്ടല്ലേ. അവന് മുടിഞ്ഞ പ്രേമല്ലേ. അവനെ ഞാൻ ഒന്ന് കണ്ടിട്ടോട്ടെ. കാശിട്ടകത്തോട്ട് വരണ്ട. നിങ്ങൾ ആരും വരണ്ട. ജോണേ, നീ വാ. അല്ല സാർ, അത് ഞാൻ വന്ന എന്താടാ പോവേ, നീ വന്നാ കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്. നീ വന്നാലേ ശരിയാവത്തുള്ളൂ. നീ വാ, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. വാ 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 വാ, സമയമില്ല. കിച്ചുവേ, എന്ത് ചെയ്യാ എണീറ്റിരുന്നിട്ട്? നീ കരയായിരുന്നോ? അച്ഛേ എന്തിനാ എവിടെ? എനിക്ക് ഇന്ദിര കാണണം. ഞാൻ കുറേ നേരമായി അച്ഛ എല്ലാവരോടും പറയുന്നേ. നീ ഇപ്പോൾ ഇന്ദിരയെ വിളിച്ചിട്ട് വാ. നീ എന്തിനാ വന്നേ? നീ ഇന്ദിര ഒന്നും ചെയ്തില്ലല്ലോ അച്ഛേ. ആഹാ, ഇത് നല്ല കഥ. ഇപ്പം ഞാൻ വന്നിട്ട് എന്നെ കണ്ടിട്ട് നിനക്ക് എന്നെ വേണ്ട, ആ പെണ്ണുടിയനെ മതിയല്ലേ? അതെന്തെല്ലാം ആവട്ടെ, അത് നിങ്ങളുടെ കാര്യം. ഞാൻ നിന്നോട് ഒരേ ഒരു കാര്യം ചോദിക്കത്തുള്ളൂ. അതിന് മറുപടി നീ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയണം. നിനക്ക് ഞാനാണോ വലുത്, ഇന്ദിരയാണോ വലുത്? അതെനിക്കിപ്പോൾ അറിയണം. അത് കഴിഞ്ഞിട്ട് ഇന്ദിര എവിടെയെന്നും ഇന്ദിരയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ഞാൻ പറയാം. എനിക്ക് നീയാ വലുത്. ഞാൻ എപ്പോഴും പറയുന്നതല്ല അച്ഛേ, എന്നാലും എനിക്ക് ഇന്ദിരനെ ഇഷ്ടമല്ലേ അച്ഛേ. ഇന്ദിരയ്ക്ക് എന്താ പറ്റിയ? എനിക്ക് നീയാ വലുത്. അത് ഞാൻ ഇന്ദിരയെ ചോദിച്ചപ്പോഴും പറഞ്ഞതാണല്ലോ. എനിക്ക് നീ കഴിഞ്ഞിട്ടേ ഇന്ദിര പോലും ഉള്ളൂ. ഓ, അപ്പോൾ അച്ചു പറഞ്ഞാൽ കിച്ചു എന്തും കേൾക്കുമോ? കേൾക്കും. പക്ഷെ ഇന്ദിരെ കളയാൻ മാത്രം പറയില്ല അച്ഛേ. എനിക്ക് ഇന്ദിരയില്ലാതെ പറ്റില്ല. അപ്പം എൻ്റെ പൊന്നാരനിയനെ അറിയാം. അവൻ കാണിച്ച കന്നന്തിരിവാണെന്നും ഞാൻ വന്നവനെ കളയാൻ പറയൂന്നും ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യൂന്നൊക്കെ നിനക്ക് നല്ല ബോധമുണ്ട് അല്ലേ? എന്നിട്ടാണ് വീണ്ടും ഇന്ദിര വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലടാ എൻ്റെ കിച്ചു. ഈ ലോകത്ത് ഞാൻ ആരോടെങ്കിലും ഇത്ര ക്ഷമയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നീ ഒറ്റ ഒരുത്തനാ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് പണ്ടേ ഞാൻ അങ്ങനെ ആയിപ്പോയി. എൻ്റെ കാശിയേട്ടനെ വരെ അടിക്കാൻ ഞാൻ കൈ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ നിൻ്റെ അടുത്ത് ഞാൻ ഒരു ലെവലിനപ്പുറം പോയിട്ടില്ല. നീയായിട്ടത് പോപ്പിക്കരുത്. നിൻ്റെ ഇന്ദിരയെ കളയാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരുത്തനായിട്ട് നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് പറ്റത്തില്ല നീ കിടന്ന് അനുഭവിക്കുന്ന നരയിക്കുന്നതും കാണാനായിട്ട്. സെക്സ് എന്നൊക്കെ പറഞ്ഞാലേ ഒരാളുടെ സമ്മതത്തോടെ ചെയ്യേണ്ട. നീ അങ്ങ് വഴങ്ങി കൊടുത്തു കാണും, ബിക്കോസ് നീ അവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് നടന്നത് അത് റേപ്പാ. കേസ് കൊടുക്കേണ്ട കാര്യമാ. എന്നിട്ടും അതൊന്നും ചെയ്യാത്ത നിന്നെ ഒറ്റ ഒരുത്തനെ കരുതിയാ നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയത്. ഇനി അച്ചു പറയും, കിച്ചു കേൾക്കും. പറ്റുമോ നിന്നെ കൊണ്ട്? അച്ഛ എന്ത് പറഞ്ഞാലും കിച്ചു കേട്ടോളാം. ഇന്ത്യക്ക് എന്താ പറ്റിയെന്ന് പറച്ചു. നീ എന്താ അവനെ ചെയ്ത? എന്നിട്ട് എന്ത് വേണോ കേട്ടോളാം. ഇന്ത്യയെ കളഞ്ഞിട്ട് നിന്റെ കൂടെ വന്നോളാം.
പക്ഷെ ഇന്ദ്രനൊന്നും ചെയ്യണ്ട അയച്ചു. ഓക്കെ, അവനെ ഞാൻ കുത്തിയായിരുന്നു, എടുത്തിട്ട് അടിച്ചായിരുന്നു. അപ്പുറത്ത് കിടപ്പുണ്ട്, അഡ്മിറ്റ് ആക്കിയിട്ടയക്കാം. പറയുന്ന കേട്ടിട്ട് നീ കരയണം. ഇതുപോലെ നീ ഇരിക്കെ വീട്ടിൽ വേറെ പെണ്ണുങ്ങൾ വിളിച്ച് കയറുന്നതും നിന്നെ സ്വന്തം കൂട്ടുകാർക്ക് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നതും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിന്നെ ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം തന്നെ നിന്നെയും കാശിയേട്ടനെയും കൊണ്ട് ഞാൻ പോവും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റുമോ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ അകത്ത് കിടക്കുന്നവനെ വീണ്ടും ഞാൻ പോയി വല്ലതും ചെയ്യും. ഏറ്റവും ലാസ്റ്റ് അവൻ ചാവും. പിന്നെ നിനക്ക് അങ്ങുമില്ല ഇങ്ങുമില്ലാതെ ആവും. എന്താ വേണ്ടേ നീ പറ. അടിച്ചാ മതിയായിരുന്നല്ലോ, എന്തിനാ കുത്തിയെ? എൻ്റെ ഇന്ദിരല്ല അച്ചു, എൻ്റെ ഇന്ദിരല്ലേ. എൻ്റെ ഇന്ദിരല്ല, നിനക്ക് ഇഷ്ടമല്ല അച്ചു. അടിച്ചാ മതിയായിരുന്നല്ലോ, കുത്തി എന്തിനാടാ? എനിക്കിഷ്ടമുള്ളവരെ നിനക്കും ഇഷ്ടമുണ്ടെന്നല്ലേ കുഞ്ഞിലെ പറയാ. എന്നിട്ട് എന്തിനാ അച്ചു? ഇനി ഒന്നും ചെയ്യണ്ട, അവനെ ഇനി ഒന്നും ചെയ്യണ്ട. ഞാൻ വരാം, നിന്റെ കൂടെ ഞാൻ വരാം. അവനെ ഒന്നും ഇനി ചെയ്യണ്ട. എൻ്റെ എന്തിനു പാവവാ. നിന്റെ കൂടെ എവിടെയാന്ന് വെച്ചാൽ ഞാൻ വരാം. പുല്ലേ കരാരി, നീ എൻ്റെ കൂടെ വരണ്ട, നമ്മളങ്ങോട്ട് പോകുന്നില്ല. നീ ജോണിൻ്റെ കൂടെ പോയാൽ മതി. ജോണേ, നിന്നെ വിളിച്ച കാര്യം ഞാൻ പറയാം. നീ കിച്ചുവിനെ ഒരു 2 മാസം നിൻ്റെ വീട്ടിൽ നിർത്തിയേക്കണം. ഒരു കുറവും വരാൻ പാടില്ല. ഇതെൻ്റെ ജീവനാ. പൊന്നു പോലെ നോക്കണം. എനിക്കറിയാം നീയോ അമ്മച്ചി മാത്രമേ വീട്ടിലുള്ളെന്ന്. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പൈസ നിൻ്റെ അക്കൗണ്ടിലെത്തിയിരിക്കും. ഒരു കുറവും വരാൻ പാടില്ല. ഇന്ദ്രനെ നേരെയാക്കി ഇവൻ്റെ കൈ കൊടുക്കുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ അനിയന് ചെയ്തു കൊടുക്കുന്ന സത്യവാ. നിൻ്റെ ഇന്ദ്രനെ ഒരു മനുഷ്യനാക്കി ഞാൻ നിൻ്റെ കൈ തരും. ഇത് അച്ചുവാ പറയുന്നത്. സത്യമായിട്ട് നേരെയാക്കി തരുമോ? പ്രോമിസ് ചെയ്. അച്ഛ പ്രോമിസ്. അച്ഛയാണേ സത്യം. അവനെ നേരെയാക്കി നിൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുതരും. ഇതെൻ്റെ വാക്കാ. പിന്നെ നമ്മുടെ അച്ഛനാരെ കൊന്നേന്ന് ആ വീട്ടിൽ നീ നിന്നാൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ തന്നെ നിൽക്കണം. അതിന് ഇനി കുറച്ച് നാൾ അച്ചുവായിട്ട് അങ്ങ് മാറാം. അച്ചു കിച്ചുവായിട്ടും അങ്ങ് മാറാം. എൻ്റെ പൊന്നുമോയ്, പോയി ജോണച്ചൻ്റെ കൂടെ വീട്ടിൽ നിന്നു. ഞാൻ നീയായിട്ട് ആ വീട്ടിലോട്ടൊന്ന് പോട്ടെ. എങ്ങനെ ഉണ്ടാവും നോക്കാം. അച്ഛനാരെ കൊന്നേന്നും കണ്ടുപിടിക്കണമല്ലോ. പിന്നെ നിൻ്റെ ഇന്ദ്രേനെ നേരെയാക്കാം. സാർ, സാർ, കാളിദാസിനെ കൊണ്ടുപോകുന്നതിന് എനിക്ക് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ കമ്പനിയുടെ ലീഗൽ മീറ്റിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ വരുമ്പോൾ എക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിൽ നിന്ന് കാളിദാസായിട്ടായിരിക്കുമല്ലോ എക്കെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ കാളിദാസിനെ പോലെ തന്നെ നിൽക്കേണ്ടി വരത്തില്ലേ? കാം, ക്വയറ്റ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഒരു ഡൗട്ടാണ്. എൻ്റെ പൊന്നു ജോണേ, ഒരാളെ കൊണ്ട് ഒരാളെ അനുകരിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും പറ്റത്തില്ല. ഇപ്പോൾ ഞാനാവാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്തെ എന്നെ മനസ്സിലാക്കിയത്, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാൻ തന്നെ ആയിരിക്കും. അതുപോലെ യവനെ പോലെ യവൻ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരപ്പാവി. ഇതുപോലെ ഞാനാവണമെങ്കിൽ 1000 വർഷം ജനിച്ചും മരിച്ചും പ്രാക്ടീസ് ചെയ്യണം. അതിനെന്തായാലും എന്നെ കൊണ്ട് പറ്റൂല. അതിന് യവനെ നോക്കിയ ഡോക്ടറെ നമുക്ക് കാണണം. യവനെ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ഷോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ യവൻ എൻ്റെ അത്ര വയലൻ്റൊന്നും ആവത്തില്ലെങ്കിലും എൻ്റെ അത്ര ദേഷ്യമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മാറി ഇരിക്കുമായിരുന്നു. ഈ മൂഡ് സെൻസ് ഒക്കെ വരുമ്പം മാറത്തില്ലേ, അതുപോലെ. പക്ഷേ അത്ര ടെററൊന്നുമല്ല കേട്ടോ, പാവം.
ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ മൂഡ് സിൻസ് പോലെ. ആ ഒരു നമ്പറിൽ പിടിച്ച് നമുക്കവിടെ കയറാം. അതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നൂല. പിന്നെ കൂർമ്മ ബുദ്ധിയുള്ള ചില എണ്ണ വീട്ടിലുണ്ട്. നോക്കാം എവിടം വരെ പോകുന്നു. നീ ഓക്കെ അല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ? ഇന്ദ്രനെ വേറെ ചേച്ചിമാരൂടെ പോവാതെ നേരെയാക്കി തരുമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ എന്തിനു നിൽക്കും. ഇതിനും വലിയ കാര്യത്തിന് വരെ ഞാൻ നിൻ്റെ കൂടെ നിന്നിട്ടില്ല അച്ചു. പക്ഷെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഇപ്പോഴാടാ നീ എൻ്റെ അനിയനായത്. നീയും ഞാനും കണ്ടീഷനും വെച്ചിട്ടും സംസാരിച്ചിട്ടൊക്കെ എത്ര നാളായി. അങ്ങ് കോളേജ് ടൈമിൽ അത് നിർത്തിയതല്ലേ. പറ, എന്താ എൻ്റെ പുന്നാരനിയൻ്റെ ഡിമാൻഡ്? ദേവ സാർ, സാറിന് എന്നെ അറിയാമായിരിക്കുമല്ലേ? സാമുൽ, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഞങ്ങളിപ്പോൾ ഇന്ദ്രജിത്തിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വന്നതാണ്. ഹോസ്പിറ്റലിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇന്ദ്രജിത്ത് കുത്തേറ്റിട്ട് ഇവിടെ കിടക്കുവാണെന്ന്. സോ അവർക്കിത് അടുത്തുള്ള സ്റ്റേഷനിൽ അറിയിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ. നിങ്ങൾക്കറിയാമോ ആരാ ഇന്ദ്രജിത്തിനെ കുത്തിയതെന്ന്? അത് ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഞങ്ങളാരും കണ്ടില്ല. ഓക്കെ ഫൈൻ, താങ്ക്സ്. സാമുൽ, ഇനി എവരോട് അധികം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ദ്രജിത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഇപ്പോൾ ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ തിരക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് അടിയും കിട്ടിയിട്ടുണ്ട്, ഒരു കുത്തും കിട്ടിയിട്ടുണ്ട്. കുത്തെന്ന് പറയുന്നത് വലിയ ആഴത്തിലൊന്നുമല്ല. ഒരാൾ വേണമെന്ന് വെച്ച് കുത്തിയതാണെങ്കിൽ അത് നല്ല ആഴത്തിൽ തന്നെ പോകണം. ഇത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഏതായാലും കുത്തിയ ആളാരാന്ന് നമുക്കറിഞ്ഞല്ലേ പറ്റൂ. എനിവേ നമുക്ക് ഇന്ദ്രജിത്തിനോട് ചോദിക്കാം. ഇപ്പൊ ഏതായാലും വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. കമോൺ. അവൻ പറയൂല്ലേ സിദ്ധുവേട്ടാ അച്ചുവാ കുത്തിയതെന്ന്? പറയും. അത് നമ്മുടെ പഴയ ഇന്ദ്രയല്ലല്ലോ, പുതിയ ഇന്ദ്രയല്ലേ. എല്ലാവരോടും വൈരാഗ്യവും ദേഷ്യവും മാത്രമുള്ള ഇന്ദ്ര. ഉറപ്പായും പറയും. വരുന്നിടത്ത് വെച്ച് കാണാം. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണല്ലോ. പറഞ്ഞ ഞങ്ങളുടെ അനിയന് ഒന്നുമില്ല. ഓനമ്മയിൽ ഒട്ടൊക്കെ ഇതൊക്കെ അവന്റെ രൂമത്തിൽ പോലും വെക്കാൻ പോകുന്നില്ല. പിന്നെ ഈ വന്നോമാര് എന്റെ അനിയനെ പിടിച്ചോണ്ടൊന്നും പോകാൻ പോകുന്നില്ല. അതാലോചിച്ച് ആരും സമാധാനപ്പെട്ട് നിൽക്കുകയോ വേണ്ട. പിന്നെ ഞങ്ങളുടെ മനസ്സിൽ വീണ്ടും സ്ഥാനം കയറി പറ്റാനാണ് ഈ ഡ്രാമയെങ്കിൽ അത് ഏക്കാനും പോകുന്നില്ല. ഷോഫ് ഓരോ. എന്റെ കാശി നീ ഒന്ന് അടങ്ങ്. അകത്ത് പോയവ ഇതുവരെ വെളി വന്നിട്ടില്ല. അവര് രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്നോ ജോണിനെ എന്തിനാ വിളിച്ചോട്ട് പോയെന്നോ ഒന്നും അറിയത്തില്ല. ഈ ജോൺ ആരാ, അച്ചുമായിട്ട് എന്താ ബന്ധം, ഒന്നും അറിയത്തില്ല. അതിന്റെ ഇടയിൽ അവന്റെ ഇല്ല ജോണേ, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ. എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ടല്ലോ. രാമേട്ടൻ എന്താ അറിയണ്ടേ? ഈ ജോൺ ആരാന്നല്ലേ? ജോണിനെ എനിക്കറിയാം, അത്രയും മാത്രം രാമേട്ട അറിഞ്ഞാൽ മതി. കാശിയേട്ടാ, കിച്ചുവിൻ്റെ ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു, കുറച്ച് സംസാരിക്കാനാണ്. ഞാനും ഋഷിയും കൂടെ പോയി കണ്ടിട്ട് വരാം. ഋഷി വടാ. ഇച്ചായ, അന്നമ്മ ഓക്കെ ആണോന്ന് അന്വേഷിക്കണം. പിന്നെ പോരാഞ്ഞിട്ട് പറ്റുമെങ്കിൽ അന്നമ്മയുടെ വീട് വരെ ഒന്ന് പോയി നോക്കണം. വിഷ്ണു, നീ നേരെ ഫ്ലാറ്റിലോട്ട് വിട്ടോ. വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാനങ്ങ് വന്നേക്കാം. ഞാനിന്ന് കിച്ചുവിൻ്റെ ഡോക്ടറെ കണ്ടിട്ടോ. നിങ്ങൾ വിട്ടോ, ഞാൻ ഋഷിയും കൂടെ അങ്ങ് കാറിൽ വന്നേക്കാം. പൊക്കോ. ജോണേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടല്ലോ. ഇല്ല സാർ, അതൊന്നും ഞാൻ മറക്കത്തില്ല. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പക്കയായിട്ട് നടക്കും. എനിവേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. ഓക്കെ, ബൈ. എന്നാൽ നിങ്ങൾ വിട്ടോ. വിഷ്ണു, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. അന്നാമ്മേടത് നീ ഒന്ന് നല്ലപോലെ നോക്കണേ. നമ്മളതിനെ കൂടെ ഇതിനോട്ട് പിടിച്ചയച്ചത് അതുകൊണ്ടാണ്. ചെല്ല്. ഋഷി വാ, നമുക്ക് പോയി ഡോക്ടറെ കാണാം. അന്നമ്മ കിച്ചുവിന്റെ ഫ്രണ്ട് അല്ലേ? അച്ചു, നിനക്ക് അന്നാമ്മേനെ എങ്ങനെ അറിയാം? നമുക്കറിയാത്ത ആരെങ്കിലും ഉണ്ടോ കാശിയേട്ടാ ഈ ലോകത്ത്? കാശിയുടെ സമാധാനമായിട്ടിരിക്കും, അവനൊന്നുമില്ല. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഋഷി വാ. ഋഷി, 1 സെക്കൻഡേ. അഖിൽ വാസുദേവ് ശങ്കർ, ഹായ്. എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലെങ്കിലും ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതിൽ തന്നെയല്ലേടോ ഞാൻ ആദ്യം പരിചയപ്പെട്ടെ. നമുക്ക് കാര്യമായിട്ട് പരിചയപ്പെടാനായിട്ട് ഇനിയും ടൈം ഉണ്ടല്ലോ അല്ലേ അഖിലേട്ടാ?
വേണമെന്നില്ല. ആവശ്യത്തിന് തന്നെ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടല്ലോ. പൊയ്ക്കാലും പോയി ഡോക്ടറെ കണ്ടിട്ടോ. ഓ ദേ രാമേട്ടാ, എന്റെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടാ. ഈ സാധനം ഉണ്ടല്ലോ, എന്റെ തല കണ്ടപ്പോ തൊട്ട് എന്നെ വാരാൻ തുടങ്ങിയതാ. നിങ്ങൾക്ക് എന്നെ തന്നെ പറഞ്ഞു വിടണമായിരുന്നു ആശുപത്രിയിലോട്ട്. അതെ അഗി, എന്നോട് നീ ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് എന്നെ തീർക്കാട്ടോ. ഐ എം ഫ്രീ, റെഡി ടു മിങ്കിൾ കേട്ടോ. പാവം രാമേട്ടനെ വെക്കിട്ട് കയറണ്ട. ഞാൻ സിംഗിളാ. ബൈ. അയ്യേ, ഇവന് വിവരമില്ലേ? രാമേട്ടാ, നിങ്ങളെ ഞാൻ നന്നായി സ്മരിക്കുന്നു. ഓണം കിട്ടും. ഐ എം റിയലി സോറി മിസ്റ്റർ ദേവശങ്കർ. നിങ്ങളുടെ ഇതുപോലൊരു സിറ്റുവേഷനിൽ അത് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലാത്തായിരുന്നു. ബട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ഇതായിപ്പോയി, അതുകൊണ്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. എനിവേ എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ശരി എന്നാ, താങ്ക് യു ഞങ്ങളുമായി കോപ്പറേറ്റ് ചെയ്തതിന്. അല്ല മാഡം, ഇന്ദ്രജിത്ത് എന്തേലും പറഞ്ഞായിരുന്നോ? ആ ആളെ കാണോ മറ്റോ ചെയ്തെന്ന്? ലുക്ക് മിസ്റ്റർ സിദ്ധാർത്ഥ്, ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ടെൻഷൻ എന്താണ്. ഇങ്ങനെ ഒരാള് വീട്ടിൽ കയറി വന്ന് ചെയ്തിട്ട് പോയിട്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ എല്ലാവിധ വിഷമവും മനസ്സിൽ കാണുന്നു. ഐ എം സോറി, ഇന്ദ്രജിത്തും ഇരുട്ടായതുകൊണ്ട് കണ്ടിട്ടില്ല എന്നാ പറയുന്നത്. സോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പോരാഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ അതിനൊന്നിനും ഒരു പ്രൂഫും ഇല്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് വന്നെന്ന് മാത്രമേ ഞങ്ങൾക്കും നിങ്ങൾക്കും അറിയാവൂ. സോ വി ആർ റിയലി സോറി. പിന്നെ ഇന്ദ്രജിത്തിന് ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു, കേസില്ല എന്നും പറഞ്ഞു. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോറി ഫോർ ദിസ്. താങ്ക് യു. അതെന്താ സിദ്ധുവേട്ടാ അവൻ അങ്ങനെ പറഞ്ഞത്? ഇനി അവൻ മാറി തുടങ്ങിയോ? മാറി തുടങ്ങിയ അവന് കൊള്ളാം മക്കളെ. അവന്റെ കാലനാ ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് പോയത്. എല്ലാം ഒന്ന് നേരെയായാൽ മതിയായിരുന്നു. സമാധാനം മാത്രം അറിഞ്ഞിരുന്ന കുടുംബമാണ് ഇപ്പം അടിയും കുത്തും വെട്ടും മാത്രം. ലുക്ക് മിസ്റ്റർ അങ്കിത്, തനിക്ക് തന്റെ അനിയനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും. ബട്ട് ഇത് എന്റെ എത്തിക്സിനെ എടുക്കാത്ത കാര്യമാണ്. ഒരു ഡോക്ടറും ഇങ്ങനെയൊന്നും കള്ളം പറയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റത്തില്ല. ഐ എം റിയലി സോറി ഫോർ ദിസ്. ഓ, അപ്പോൾ ഡോക്ടർ പറയത്തില്ല അല്ലേ? മറിയം അല്ലേടാ, ഡോക്ടറിൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളല്ലേ? ഇപ്പോൾ എവിടെ ഉണ്ട്? സ്കൂളിൽ പോയിട്ട് വീട്ടിൽ എത്തിയായിരുന്നോ? ഓ സോറി, വീട്ടിൽ കാണൂല്ലേ വൈഫും കൊച്ചും ഒക്കെ? ഈ വെളുപ്പാങ്കാലത്തെ ടൈമിലൊക്കെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ കാണാതെ അല്ലേ ഡോക്ടർ? സ്കൂളിൽ പോയിട്ട് എത്തിയായിരുന്നു എന്നാ ചോദ്യമല്ലേടാ? അപ്പോൾ ഡോക്ടർ പറയുന്നോ അതോ ഞാനായിട്ട് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കണോ? നോ. ഓക്കെ അങ്കിത്, ഞാൻ പറയാം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഐ വിൽ ബി ദെയർ ഫോർ യു. തന്നോട് ഞാൻ കാണും. അവരോട് ഞാൻ പറയാം. പക്ഷേ ഇതൊരു ഇഷ്യൂ അങ്ങനെ ആയ ഹോസ്പിറ്റലിന്റെ പേരോ എൻ്റെ പേരോ വരാൻ പാടില്ല. അങ്കിതിൻ്റെ അച്ഛൻ്റെ പേര് ശിവപ്രസാദ് എന്നാ. ആ തണ്ടിത്തരം കാണിക്കില്ല. ഓക്കെ ഡോക്ടർ, ഓക്കെ യു ക്യാൻ ഡോക്ടർ. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇതും ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ തന്നെയാണ്. പിന്നെ അവൻ്റെ ഞാനും കാശി ഒഴിച്ച് ബാക്കി എല്ലാവരും റിലേറ്റീവ്സ് തന്നെയാണ്. ഡോക്ടർ തന്നെ അവരോട് നേരിട്ട് പറഞ്ഞാൽ മതി. എനിവേ ഞാൻ ഇറങ്ങാം. കാശിയേട്ടാ ഞാനിന്ന് ഇറങ്ങാം. ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറയും, അത് കേട്ടിട്ട് കാശിയേട്ടാ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ ബാക്കി പറയാം. ഞാനൊന്ന് പോയി ഫ്രഷായി ഒന്ന് കിടന്നിട്ട് നേരെ ഇങ്ങ് വരാം. ശരി എന്നാ. നീ വരണേ. ഇല്ല, എനിക്കൊരു സമാധാനം കാണത്തില്ലടാ. വരും. ഞാൻ എയർപോർട്ടിൽ വന്നാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാശിയേട്ടാ. എൻ്റെ ഷർട്ട് കണ്ടോ, ബ്ലഡ്. പോയി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. ക്യാൻറ്റീൻ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കേട്ടോ. ഏട്ടൻ കാശിയേട്ടൻ സമാധാനമായിട്ടിരിക്കും. ശരി എന്നാ. ഋഷി വാ. എന്താ ഡോക്ടർ, കിച്ചുവിന് എന്തെങ്കിലും പ്രശ്നം? അങ്ങനെ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കാഷ്വലായിട്ട് 2-3 കാര്യം അവന്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളും അറിഞ്ഞിരിക്കണം. ഞാനെല്ലാം അങ്കിതിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്കിതിന്റെ വാശിയായിരുന്നു നിങ്ങളും കൂടി അറിയണമെന്ന്.
ഐ നോ കിച്ചുവിൻ്റെ ഹസ്ബൻഡ് ഇവിടെ അഡ്മിറ്റ് ആണെന്ന്. കുത്തു കിട്ടിയിട്ടല്ലേ? എനിക്ക് മനസ്സിലാവും. ഈ കിച്ചു എന്ന് പറഞ്ഞ ആള് എന്തായാലും ഈ ഇന്ദ്ര, അതായത് കിച്ചുവിൻ്റെ ഹസ്ബൻഡ്, അയാളെ വിട്ട് പോകാൻ തയ്യാറല്ല. അപ്പോൾ എസ്പെഷ്യലി അയാളാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അയാളോട് പറയാൻ പറ്റിയൊരു സിറ്റുവേഷനും അല്ല, അയാൾ അതിന് പറ്റിയ സാഹചര്യത്തിലും അല്ലല്ലോ. അതിൻ്റെ ഇതിൽ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അയാൾ ഓക്കെ ആയി വന്നതിന് ശേഷം നിങ്ങൾക്ക് അയാളോട് പറയാവുന്നതായിരിക്കും. എന്നാലും നിങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പറയാം, കിച്ചുന് ക്യാരക്ടറിൽ കുറച്ച് ചേഞ്ചസ് വരുന്ന കാര്യമൊക്കെ അറിയാന്നുള്ളതാണല്ലോ എല്ലാവർക്കും. അല്ല, അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. നിങ്ങൾ അവരുടെ അമ്മയുടെ സഹോദരന്റെ മക്കളും സഹോദരനും അച്ഛനും ഒക്കെ അല്ലേ. അപ്പൊ പിന്നെ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. അങ്കിതോ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു വന്ന കാര്യം വേറൊന്നുമല്ല. ഇനി അങ്ങോട്ട് ചിലപ്പോൾ കിച്ചുവിന്റെ ക്യാരക്ടർ ഭയങ്കര റൂഡായിരിക്കാം, ഭയങ്കര ദേഷ്യം, തൊട്ടേനും പിടിച്ചതിനും ഭയങ്കര വൈൽഡായിട്ടായിരിക്കും പെരുമാറുന്നത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. മാക്സിമം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ എല്ലാവരും ശ്രമിക്കണം. അല്ലാണ്ട് പ്രത്യേകിച്ച് പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. എന്തായാലും ഇന്ദ്രനെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആക്കും. വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആടെ തന്നെ കിച്ചുവിനെ ഡിസ്ചാർജ് ആക്കാം. ഓക്കെ. അതിനുശേഷം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം കിച്ചുവിനെ കൊണ്ടുവന്നാൽ മതി. ഇന്ദ്രനെ സ്റ്റിച്ച് വെക്കാൻ കൊണ്ടുവന്നാൽ മതി. രണ്ടുപേർക്കും പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കിച്ചുവിന്റെ കാര്യത്തിൽ ഈ ഒരു വേഷം വരുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ശരിയെന്നാ. ദേവ, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിള്ളേരെല്ലാം ഒത്തു വന്നാ മതി. കേട്ടല്ലോ? ദേവു ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം അറിയുന്നതിൻ്റെ അന്ന് അവളെ ജനിപ്പിച്ച ഈ എന്നെ വരെ അവള് മറക്കാതിരുന്നാ മതി, വെറുക്കാതിരുന്നാ മതി. അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ പ്രാർത്ഥന. ആദ്യമേ കാശി വിളിച്ചായിരുന്നോടാ? ഇല്ലല്ലോ. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാശി വിളിച്ചിട്ട് പറഞ്ഞു അവരിന്ന് ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. മെനിങ്ങാന്നാ ഡിസ്ചാർജ് ആയതെങ്കിൽ അവര് നേരെ അച്ഛൻ്റെ അടുത്തോട്ടല്ലേ പോയത്. അച്ചു ഇന്ന് തിരിച്ചു പോവാന്നാ പറഞ്ഞേ. അവൻ വിഷ്ണുവിൻ്റെ കൂടെ എവിടെ പോകുമെന്ന് പറഞ്ഞു. അറിയത്തില്ല, ജർമ്മനിയിലോട്ടായിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പോൾ കാശിയും കിച്ചുവും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ദ്ര എവിടെ? കാശി വരുന്നുണ്ടോ? അവൻ റൂമിലുണ്ട്. ഇന്നലെ പോയി സ്റ്റിച്ചിളക്കിയിട്ടൊക്കെ വന്നേല്ലേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണാന്ന് തോന്നുന്നു. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കാശി വരുന്നുണ്ടല്ലോ അല്ലേ? വരുന്നുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞൊന്നും മറക്കണ്ട. എങ്ങനെയെങ്കിലും പറഞ്ഞ് എല്ലാ തെറ്റിദ്ധാരണയും മാറ്റാൻ നോക്ക്. അവന്റെ മനസ്സിൽ ഈ പറയുന്ന ഞാൻ വരെ തെറ്റുകാരനാണ്. അവനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇന്ദ്ര സ്വത്തിന് വേണ്ടിയാ കിച്ചുവിനെ കെട്ടിയെന്ന് അറിഞ്ഞപ്പോ തൊട്ട് നീയും അതിനു വേണ്ടി അവൻ വിചാരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കാൻ നോക്ക്. കേട്ടോ? ഒരു ലൈഫേ ഉള്ളൂ. അത് നമ്മൾ സ്നേഹിക്കുന്നവരുടെ തന്നെയാണെങ്കിൽ അത്രയും നല്ലതല്ലേ? എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് നീ അവനോട് അത് തുറന്നു പറയാൻ നോക്ക്. കേട്ടോ? ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അറിയത്തില്ല, എപ്പോഴോ ആദ്യമൊന്ന് വരട്ടെ, ഈ പിണക്കം മാറ്റട്ടെ, എന്നിട്ടല്ലേ ഇഷ്ടം പറയുന്നേക്കെ. എന്നെ കടിച്ചു കയറി തിന്നാൻ നിൽക്കും. എന്നാലും സാരമില്ല, എല്ലാം കണ്ടില്ല എന്ന് വയ്ക്കാം. അവനല്ലേ, വേറെ ആരുമല്ലല്ലോ. അതെ, നീ മാത്രമല്ല, ഞാനും എൻ്റെ കെട്ടിയവനെ കണ്ടിട്ടേ ഒരാഴ്ച ആവാറായി. ഒരു അച്ചു വന്നു, എല്ലാം വാരി പറക്കി അങ്ങ് പോവുകയും ചെയ്തു. എന്ത് സ്നേഹമല്ലേ അവർ മൂന്നുപേരും തമ്മിൽ. കൊതിയാവുന്നടാ. നമുക്കിടയിൽ അങ്ങനൊരു ബോണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും സ്വാർത്ഥരാ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം. ഇന്ദ്രയുടെ വഴിക്ക്, ഞാനും സ്കൂളും അങ്ങനെ, നീ കോളേജ് അങ്ങനെ. അഗി അച്ഛന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ചാവേർ. നിൻ്റെ ലൈഫ് എന്നാടാ ഞങ്ങളെയൊക്കെ പോലെ ഒന്ന് സെറ്റിലാവുന്നേ? അതിന് ആദ്യം എനിക്ക് പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ സെറ്റിലായിക്കോളാം. തൽക്കാലം നിങ്ങൾ എന്നെ സെറ്റിലാക്കാൻ നടക്കണ്ട, കേട്ടാ? എൻ്റെ അഖിലിനെ പറ്റിയ ആള് താമസിക്കാതെ എത്തും. അവർ വന്നത് തോന്നേ. ഇതോ ഹോണ് കേൾക്കുന്നു. ബാ.